പുനാക്ക കോട്ടയുടെ കാഴ്ചകൾ കണ്ടിറങ്ങിയപ്പോഴേക്കും നേരം ഉച്ചയായി. നേരെ മോച്ചു നദീതീരത്തൊരുക്കിയ ഭക്ഷണശാലയിലേക്ക് നീങ്ങി. ഭക്ഷണം പ്രതീക്ഷിച്ച നിലവാരം പുലർത്തിയില്ല. ഭക്ഷണശേഷമാണ് റിവർ റാഫ്റ്റിംഗ് മോച്ചു നദിയിലൂടെ. അല്പനേരത്തെ വിശ്രമത്തിനു ശേഷം ഞങ്ങൾ നദീതീരത്തേക്ക് നീങ്ങി. ഇതാണ് മോച്ചു നദി. ആരോടോ പ്രതികാരം ചെയ്യാൻ പോകുന്നത് പോലുള്ള ഒഴുക്കാണ്. ഇടയ്ക്ക് ഉയർന്നു നിൽക്കുന്ന പാറകൾ തട്ടി ഒഴുക്കിനൊരു രൗദ്രഭാവം കൈവരുന്നുണ്ട്. പലരും റിവർ റാഫ്റ്റിംഗിൽ നിന്നും പിൻവാങ്ങി. മുപ്പത്തിയാറ് പേരിൽ ഞങ്ങൾ 12 പേർ അവശേഷിച്ചു. 6 പേരാണ് ഒരു ബോട്ടിൽ. അവരുടെ ഒരാൾ അമരത്തുണ്ടാകും. ഞങ്ങൾ 12 പേർ 2 വഞ്ചികളിലായി സേഫ്റ്റി ഡ്രസ്സെല്ലാം ധരിച്ച് പുറപ്പെട്ടു. അമരത്തിരിക്കുന്നയാൾ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അല്പം പരിഭ്രമം ഉണ്ടായിരുന്നെങ്കിലും ധൈര്യം സംഭരിച്ച് തുഴയാൻ തുടങ്ങി. അല്പദൂരം പിന്തപ്പോൾ മോച്ചു നദി എന്ന ഫീമെയിൽ റിവർ ശാന്തയായി. ഞങ്ങളിലെ സർഗഭാവനയുണർന്നു. മോച്ചുവിനെ ഞങ്ങൾ കുട്ടനാടൻ കായലാക്കി മാറ്റി. അല്പദൂരം വഞ്ചിപ്പാട്ടും പാടി. വേണം കോടി തോരണങ്ങൾ വേണം വരുന്നു ഞങ്ങൾ. പക്ഷേ മോച്ചു വീണ്ടും രൗദ്രയായി. ചുഴികളിൽപ്പെട്ട് ബോട്ട് ആടിയുലഞ്ഞു. ശരീരവും വസ്ത്രങ്ങളുമെല്ലാം വെള്ളത്തിൽ കുതിർന്നു. ഇതാണിതിന്റെ ഹൈലൈറ്റ്. പരിശീലനം ലഭിച്ച അമരക്കാരൻ കൃത്യമായി ബോട്ട് നിയന്ത്രിച്ചു. ഒരു മണിക്കൂറിനൊടുവിൽ റിവർ റാഫ്റ്റിംഗിന്റെ ആദ്യ അനുഭവവുമായി ഞങ്ങൾ തീരത്തണഞ്ഞു. ഇതാണ് പുനാക്ക സസ്പെൻഷൻ ബ്രിഡ്ജ്. ഭൂട്ടാനിലെ ഏറ്റവും വലിയ തൂക്കുപാലം. നീളം 350 മീറ്റർ. ഫോച്ചു നദിക്ക് കുറുകെ 55 മീറ്റർ ഉയരത്തിൽ. ഇത് പുനാക്ക കോട്ടയെ തൊട്ടടുത്ത ഗ്രാമങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. 2008 പഴയ തൂക്കുപാലം പുതുക്കി പണിഞ്ഞത്. ഭ്രമിപ്പിക്കുന്നതാണ് തൂക്കുപാലത്തിന്റെ മധ്യഭാഗത്തു നിന്നുള്ള താഴ്വരയുടെ കാഴ്ച. ഭൂട്ടാന്റെ പ്രത്യേക ഭൂപ്രകൃതി കാരണം ഇവിടെ തൂക്കുപാലങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചെറുതും വലുതുമായ ഇത്തരം തൂക്കുപാലങ്ങൾ ഇവിടെ പല ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന യാത്രാമാർഗമാണ്.
ക്രിംസൽ ഫോഡ്രങ്ക് നാച്ചുറൽ പാർക്ക്, തിംഫുവിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശം. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമ. തിംഫു പട്ടണത്തിൽ എവിടെ നിന്ന് നോക്കിയാലും ഈ പ്രതിമ ദൃശ്യമാണ്. ഭൂട്ടാനിലെ 4ാമത്തെ രാജാവായിരുന്ന ജിഗ്മേ സിംഗായ് വാൻചൂക്ക് എന്നവരുടെ 60ാം പിറന്നാളിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഇതിന്റെ നിർമ്മാണം 2006 ആരംഭിച്ചത്. 1972 മുതൽ ഭൂട്ടാൻ ജനാധിപത്യവൽക്കരണത്തിന്റെ ഭാഗമായി 2006 സ്വയം സ്ഥാനമൊഴിയുന്നതുവരെ ഇദ്ദേഹമായിരുന്നു രാജാവ്. 2007 ഇവിടുത്തെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ്. ഭരണഘടന നിലവിൽ വന്നത് 2008. സാമ്പത്തിക പുരോഗതിയേക്കാൾ ജനങ്ങളുടെ സന്തോഷവും സമാധാനവും ലാളിത്യവും രാജ്യ പുരോഗതിയുടെ അളവുകോലായി കണക്കാക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രവും ഒരുപക്ഷെ ഭൂട്ടാൻ ആയിരിക്കും. 2022 ഡെമോക്രസി ഇൻഡെക്സ് പ്രകാരം 167 ഏഷ്യൻ രാജ്യങ്ങളിൽ 6.54 സ്കോറോടെ ഭൂട്ടാൻ 49ാം സ്ഥാനത്തും 6.41 സ്കോറോടെ ഇന്ത്യ 53ാം സ്ഥാനത്തുമാണ്. 2006 ആരംഭിച്ച ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിച്ചത് 2015 $47 മില്യൺ ചിലവിൽ 177 അടി ഉയരമുള്ള ഇത് നിർമ്മിച്ചത് എയറോസൺ കോർപ്പറേഷൻ എന്ന ഒരു ചൈനീസ് കമ്പനിയും സ്പോൺസർ ചെയ്തത് ഒരു സിംഗപ്പൂർ ബേസ്ഡ് ബിസിനസ്സുകാരനായ വിൻസൻ പീറ്റർ ടിയോയും ആണ്. 100,000 കിലോഗ്രാം വെങ്കലവും 1000 കിലോഗ്രാം സ്വർണവും ഇതിന്റെ നിർമ്മിതിക്ക് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതുപോലെ തന്നെ ഇതൊരു തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. വിശാലമായ മുറ്റത്ത് നിരവധി തീർത്ഥാടകർ ഉരുവിടുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. എല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇനി സിംപ്ലി ഭൂട്ടാൻ എന്നൊരു ലൈവ് എക്സിബിഷൻ ഗ്രൗണ്ടിലേക്കാണ്. അതിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ.